രമേഷ്, ഈ ഡൊണാൾഡ് ട്രംപ് 5 ദിവസം വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചിട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം പഴയതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ 5 ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ട്രംപിൻ്റെ തന്ത്രമാണെന്നും ചാണക്യതന്ത്രമാണെന്നും സൈനികരെ അമേരിക്കൻ സൈനികരെ കൊണ്ടുവരാനുള്ള നീക്കമാണെന്നൊക്കെയാണ് എന്തായാലും പറയുന്നത്. ഇതിനിടയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ എടുത്തൊരു നിലപാടാണ്. സൗദി അറേബ്യ അമേരിക്കയോട് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഇറാനെ ടച്ച് ഉടയ്ക്കണം, ഇപ്പോഴത്തുള്ള ഭരണാധികാരികളെ മുഴുക്ക അവരാണ് ഭീഷണി നേരിടുന്ന പ്രധാന അതിനുള്ള സുവർണ അവസരമാണ് ഇത് എന്നാണ് ഈ അവിടുത്തെ കിരീടാവകാശിയായ MBS എന്ന് പറയുന്ന അദ്ദേഹം ട്രംപിനോട് പറഞ്ഞിരിക്കുന്നതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ഇറാൻ്റെ എല്ലാ ശക്തിയും ഇല്ലാതാക്കണം. കാര്യം ഗൾഫ് മേഖലയിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ യു എ ആയാലും സൗദി ആയാലും ഇവർക്കൊന്നും ആയുധപരമായി അവരെല്ലാം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് അമേരിക്ക ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ്. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാന് സ്വന്തമായ സംവിധാനങ്ങളുണ്ട്. അപ്പം ഇറാൻ ആ മേഖലയിൽ സൈനികമായ ഒരു ആധിപത്യമുണ്ട്. കാര്യം അമേരിക്കയ്ക്ക് എത്രത്തോളം സംവിധാനം അവിടെ ഒരുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ആധിപത്യത്തിനെ തകർക്കുക, ഇറാനെ സൈനികമായി ഇല്ലാതാക്കിയാൽ പിന്നെ ഇവരെല്ലാം കുറച്ചും കൂടെ സേഫ് ആവും. അതാണ്. മാത്രമല്ല ഇപ്പം ഇറാൻ ഇപ്പം അങ്ങ് വിട്ടുകൊടുത്താൽ ഇത് മുറിവേറ്റ സമൂഹമാണ്. അതെ, അവരെ പിന്നെ തിരിച്ചു വന്ന് ആക്രമിക്കും. മാത്രമല്ല പണ്ട് ഇറാഖ് കുവൈറ്റ് കീഴടക്കാൻ വന്നതുപോലെ ഒരു ദിവസം ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ ഏതെങ്കിലും പിടിക്കാൻ വന്നുകൂടാന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി അവരുടെ സൗദിയാണ് ഇതിനെ ഒരു ഗൾഫ് രാജ്യങ്ങളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം. അപ്പോൾ അവർ പറയുകയാണ് ഇത് ഇല്ലായ്മ ചെയ്യണം എന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഈ യുദ്ധം അങ്ങനെ തീരത്തില്ല. ഇപ്പോൾ പാരാട്രൂപ്പിനെ ഇറക്കാൻ പോകുന്നു എന്നാണ് ഇപ്പം നമ്മൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അമേരിക്ക വലിയ ഇപ്പോൾ ഇറാനെ തീർത്തില്ലെങ്കിൽ നാളെ സൗദിയും UAE ഒക്കെ പറയാം, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ വ്യോമത്താവളങ്ങളൊന്നും വേണ്ട, നിങ്ങളെ സൈനിക കേന്ദ്രങ്ങൾ ഇവിടുന്ന് മാറ്റണം, ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് ചെയ്യേണ്ടി വരും. കാര്യം അവർ ഇതിനെ സഫർ ചെയ്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ സഫർ ചെയ്ത ആളുകൾ പറയാണ് നമുക്ക് ഇനി സഫർ ചെയ്യാൻ വയ്യ, നിങ്ങൾ അവരെ ഇല്ലായ്മ ചെയ്യൂ എന്ന് പറയുമ്പം അങ്ങനെ അല്ല, ഇറാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പറയും നിങ്ങൾ നമ്മളെ സൈനിക താവളമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറയും. അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇപ്പം ദക്ഷിണേഷ്യയിൽ വരെയുള്ള ആക്സസ് കുറയും. കാരണം അവരാണ് ഇത്രയും രാജ്യം, എല്ലാ ഗൾഫ് രാജ്യങ്ങളും സൈനിക താവളങ്ങളുണ്ട്. ഈ സൈനിക താവളങ്ങൾ വെച്ചിട്ടാണ് അവർ ഈ ലോകത്തെ മുഴുക്ക നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഈ ഹോർമസ് കടലെടുക്ക് ഇപ്പോഴും തുറക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് അനുവദിക്കാതിരിക്കുന്നതൊക്കെ തന്നെ ഈ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും. നമുക്കൊക്കെ ഇന്ത്യ പോലുള്ള ശത്രു അല്ലാത്ത രാജ്യങ്ങളിലെ കപ്പലുകൾ കടത്തി വിടുന്നുള്ളൂ. ഇപ്പോഴും പല കപ്പലുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ട്രംപ് പറഞ്ഞത് 48 മണിക്കൂറിനുള്ളിൽ ഇത് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ഇറാൻ്റെ പവർ സ്റ്റേഷനുകൾ ആക്രമിക്കുമെന്ന്. ഇറാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചാൽ ഗൾഫിലെ ജലവിതരണ സംവിധാനം വരെ ഞങ്ങൾ തകർക്കും. അതായത് ഗൾഫ് രാജ്യങ്ങളിലെ ജലവിതരണ സംവിധാനങ്ങളെല്ലാം കടലുമായിട്ട് ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ശുദ്ധീകരണശാലകൾ അവർക്ക് നശിപ്പിക്കാൻ പറ്റും. നശിപ്പിച്ചാൽ ഗൾഫിലെ ഒരു രാജ്യത്തിലും കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥ. മിസൈൽ 4000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഗോഗാർഷിയത്തിലേക്ക് വന്നതാണ്. അപ്പോൾ അത് വളരെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അതേക്കുറിച്ച് ചിന്തിച്ചാണ്. അപ്പോൾ ഇറാനെ നശിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. ട്രംപിന് ഇറാനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റാത്തൊരവസ്ഥ ട്രംപ് ആഗ്രഹിച്ചാൽ പോലും പല രാജ്യങ്ങളിലും ഇവർ പോയിട്ട് ഇറാനെ ജയിപ്പിച്ച് വിടാൻ തൽക്കാലത്തേക്ക് പ്രശ്നം അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. കാര്യം സൗദി പറഞ്ഞതായിട്ടാണ് ഡെയിലി മെയിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇത് സുവർണ അവസരമാണ്, ഇപ്പം ഇറാൻ്റെ ഫുൾ നേതൃത്വത്തെ ഇല്ലാതാക്കണമെന്ന്. അല്ല, മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ പെട്ടെന്നുള്ള യൂട്ടാണ് ഉണ്ടായത്. ട്രംപ് പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെല്ലാം വിശ്വസിച്ചു. ലോക രാജ്യങ്ങളൊക്കെ തന്നെ ആശ്വാസമായി. കാരണം ഇതോട് 5 ദിവസത്തേക്ക് പ്രശ്നം തീർന്നല്ലോ എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത് ഇറാന്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇതേ പ്രശ്നം തന്നെയുണ്ട്. കാരണം ഇവരെ വിട്ടുകൊടുത്താൽ വീണ്ടും അവർ ഞങ്ങൾ ആക്രമിക്കും. ഇസ്രായേൽ ഭയന്ന് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. കാരണം ഇറാൻ മാത്രമല്ല, ഇറാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഹൂത്തി, ഹിസ്ബുള്ള, ഹമാസ് ഇതെല്ലാം കൂടെ വളർന്നിട്ട് ആക്രമിക്കും. പിന്നെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഇറാനെ പാഠം പഠിപ്പിക്കുക എന്നുള്ളത്. അത് അമേരിക്ക ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ കരയുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് പറയുന്നുണ്ട്. കരയുദ്ധത്തിൽ ഇറാൻ വളരെ ശക്തരാണ്. ഈ ഖാർഗ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ എണ്ണ, അവരുടെ ഇറാൻ്റെ 90% എണ്ണയും എടുക്കുന്ന ഖാർഗ് ദ്വീപിൽ നിന്നാണ്. അവിടെയാണ് അവരുടെ ഏറ്റവും വലിയ എണ്ണപ്പാടുള്ളത്. ഇതിനെ ആക്രമിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ മറൈൻസിനെ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. പക്ഷേ ഇത് സംരക്ഷിക്കും. ഖാർഗ് എന്ന് പറഞ്ഞത് ആ ഖാർഗ് പോയത്ത് അവർ മുട്ടമടക്കേണ്ടി വരും. അത് കീഴടങ്ങിയാൽ ഇറാൻ പിന്നെ ഒന്നുമല്ലാതെ ഇപ്പോൾ അതിനെ അങ്ങനെ ഒരു ആക്രമണം നേടുന്നതിന് വേണ്ടി അവർ IRGC ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അവർ എലിറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗം സൈന്യങ്ങൾ അവരുടെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ്. അവർ സാധാരണ സൈനികരല്ല, അവർ വളരെ എല്ലാ കാര്യങ്ങളിലും യുദ്ധമുറകളിലും മിടുക്കരാണെന്നാണ്.
അപ്പോൾ ഈ അമേരിക്കൻ സൈനികർ വന്നാൽ അവരെ നേരിടാനുള്ള സംവിധാനം അതേപോലെ അമേരിക്കൻ സൈനികർ പരിശീലിച്ച സ്ഥലങ്ങൾ ഒരു ടെറൈൻ അല്ല ഇറാന്റെ എന്ന് പറയുന്നത്. അതാണ് വളരെ പരുക്കൻ സ്ഥലങ്ങളാണ്, കുന്നും പർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല ആളുകൾക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അറിയില്ല, ഇറാൻ ഒരു വലിയ രാജ്യമാണ്. പല ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ പല ചെറിയ ചെറിയ രാജ്യങ്ങളാണെന്നാണ്. അങ്ങനെ ഇറാൻ വലിപ്പത്തിൽ വലിയ രാജ്യമാണത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സ്ഥലം ആക്രമിക്കാനുള്ള, ഒരു വലിയ രാജ്യത്തെ ആക്രമിക്കാനുള്ള സൈനിക ശേഷി അമേരിക്കയ്ക്ക് ഈ പശ്ചിമേഷ്യയിലേക്ക് സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. മാത്രമല്ല ഇറാന്റെ കരസേന എന്ന് പറഞ്ഞാൽ 11 ലക്ഷത്തോളം പേര് അടങ്ങുന്നതാണ്. അതെ 11 ലക്ഷം പേരെ നേരിടണമെങ്കിൽ 15 ലക്ഷം പേരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. ഇതിന് അമേരിക്കയ്ക്ക് പറ്റില്ല. ഇത്രയും പേരെ കപ്പലിൽ വിമാനത്തിൽ. അതേപോലെ സൗദിക്കോ ഇതിന്റെ തൊട്ടടുത്തുള്ള അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കൊന്നും ഇത്രയും വലിയ സൈനിക ശേഷിയില്ല. അല്ല, അതാണ് ബ്രിട്ടൻ ആദ്യമേ പറഞ്ഞത്, കരയുദ്ധത്തിന് പോണ അബദ്ധമാണെന്നുള്ളത്. കരയുദ്ധത്തിന് പോണ അബദ്ധമാണെന്ന് ബ്രിട്ടൻ ആദ്യമേ പറഞ്ഞു. കാരണം അത് പിന്നെ കുഴപ്പം സൃഷ്ടിക്കും. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ഭൂപ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, പക്ഷേ കരയുദ്ധത്തിന് പോയില്ലെങ്കിൽ ഇറാനെ തോപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഈ എണ്ണപ്പാടൊക്കെ പിടിച്ചെടുക്കണം, കരുത്ത് നടത്തേണ്ടി വരും. അതല്ലെങ്കിൽ അത് ഇവിടെ നശിപ്പിക്കേണ്ടി വരും. എനിക്കൊന്ന് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം എണ്ണപ്പാടെങ്കിൽ പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും, സ്വന്തമാക്കുക. എനിക്കൊരു സമ്മാനം തരാമെന്ന് ഇറാൻ പറഞ്ഞതായിട്ട് പുള്ളി എവിടെ പറയുന്നുണ്ട് ഈ വെടിനിർത്തൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്. ഇടയ്ക്ക് ഇറാൻ പറഞ്ഞത് സർപ്രൈസ് ഞങ്ങൾ കാത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സർപ്രൈസ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ഡിഗോഗേഷ്യയിൽ അവർ മിസൈൽ അയച്ചതായിരിക്കാം ചിലപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ മാത്രമല്ല മെനിഞ്ഞാന്ന് അവരുടെ ഭൂമിക്കടിയിലുള്ള അവരുടെ വലിയ ആയുധ ശേഖരത്തിൻ്റെ വിഷ്വൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ, ഈ വലിയ മിസൈലുകളൊക്കെ. അപ്പോൾ ഇത് ഇപ്പം ഏതാണ്ട് ഈ ആഴ്ച ഒരു മാസത്തേക്ക് തികയാൻ പോലെ ഇതൊന്നും. അതുകൊണ്ട് തന്നെ ഈ സൗദിയുടെയൊക്കെ സമ്മർദ്ദം ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്ക അങ്ങനെ ഇറാനെ ജയിക്കാൻ വിടും എന്ന് ഏക യുദ്ധം അങ്ങ് അവസാനിപ്പിച്ചു കൊടുത്ത് എന്ന് ഈ ഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇറാൻ വലിയ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒരുപാട്, അതായത് പരസ്യമായിട്ട് തന്നെ തോൽവി സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് ഇറാൻ പോയാലേ ഈ യുദ്ധം തീരാൻ സാധ്യത. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിക്ടറി വേണം, ഒരു വിജയ പ്രഖ്യാപനം വേണം. അതല്ലാതെ അവർക്ക് പിന്മാറാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഇറാനെ തീർത്താലേ അത് നടക്കുള്ളൂ. അതെ, പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ യുദ്ധം നിർത്താമായിരുന്നു. അവരെ പരമോന്നത നേതാവ് മരിച്ചപ്പം ഞങ്ങൾ നിർത്താമായിരുന്നു, ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് നിർത്താമായിരുന്നു. ആ ഒരു പോയിന്റിൽ ഞങ്ങളുടെ ലക്ഷ്യം പരമോന്നത നേതാവായിരുന്നു, അദ്ദേഹമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് ചെയ്തില്ല. അത് ചെയ്യാതെ വീണ്ടും യുദ്ധം നീട്ടിക്കൊണ്ടുപോയി. ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് വിജയിച്ചു എന്ന് വരുത്താനുള്ള ഒരു പോയിന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് ആ ഒരു വിക്ടറി പോയിന്റ് ഇല്ലാതെ പോയി. അതാണ് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പിന്നെ ഇസ്രായേൽ, ഇനി അമേരിക്ക നിർത്തിയാൽ ഇസ്രായേൽ നിർത്തുമെന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ട്രംപുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു വിഷയം വരുമ്പം പാർലമെന്റിൽ നിന്നും പ്രധാനമന്ത്രി അങ്ങനെ അഭിസംബോധന ചെയ്യാറില്ല. പക്ഷേ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു, നമ്മുടെ മുന്നിലുള്ള ഭീഷണിയെപ്പറ്റി പറയുന്നു, പ്രതിപക്ഷ നേതാക്കളുടെ യോഗം കേന്ദ്ര സർക്കാർ വിളിക്കുന്നു, നമ്മളിത് ഒരുമിച്ച് നേരിടണമെന്ന് പറയുന്നു. അപ്പം ഈ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ എല്ലാം തന്നെ അടുത്ത ബന്ധം. ട്രംപ് നരേന്ദ്രമോദി ഫോൺ ചെയ്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഐഡിയ ഉണ്ടാവും ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ പറയുന്നത്, നമ്മൾ കരുതലെടുക്കണം, നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് വരാൻ പോകുന്ന ഒരു ഇന്ധന പ്രതിസന്ധിയുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പം തന്നെ പല ലോകരാജ്യങ്ങളിലും വൈദ്യുതിയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത്തരം രാജ്യങ്ങളുടെ സമ്മർദ്ദം അമേരിക്കയ്ക്ക് വളരെ ശക്തമായി വരും. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാക്കേണ്ടി വരും എന്നാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ നമ്മുടെ ആഗോള ലോകക്രമം തന്നെ മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം എല്ലാ രാജ്യങ്ങളും പ്രശ്നമായിട്ടാണ്. നമ്മളിന്ന് പല വാർത്തകളും കൊടുത്തിട്ടുള്ളതിലൊക്കെ തന്നെ നമുക്കറിയാം. എല്ലാ രാജ്യങ്ങളും ശ്രീലങ്കയിലും എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. അത് വൈദ്യുതി പല രാജ്യങ്ങളിലും വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഡീസലിലും മറ്റും പ്രവർത്തിക്കുന്ന നിലയങ്ങളാണ്. നമ്മളെ പല ഹൈഡൽ പ്രോജക്റ്റുകളല്ല, ജലവൈദ്യുത നിലയങ്ങൾ അല്ല. അപ്പോൾ അവർ അവർ ശരിക്കും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അത് വൈദ്യുതി തകരാറാകുമ്പോൾ അത് എല്ലാ മേഖലയും ബാധിക്കും. അവസാനം ആത്യന്തികമായി ഇതിനെല്ലാം ഉത്തരവാദി ട്രംപാണ് അല്ലെങ്കിൽ ഇസ്രായേലാണെന്ന് നാട്ടുകാർ ലോകം മുഴുവൻ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇതെങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലകൂരാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഈ 5 ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് വേണം കരുതാൻ.